സുപ്രധാന വാർത്ത. തിരുവനന്തപുരത്ത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് 15 സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കെ.എസ്. ശബരീനാഥൻ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സ്ഥാനാർത്ഥിയാകും. വിജ്ഞാപനത്തിന് പിന്നാലെ LDFും 2 ദിവസത്തിനകം BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ്. ഒരു മുഴം മുമ്പെയാണ് കോൺഗ്രസ് എന്നുള്ളതും കൂടിയാണ്. തിരുവനന്തപുരത്ത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ്. 15 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നേരത്തെ KS ശബരീനാഥനായിരിക്കും കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സ്ഥാനാർത്ഥിയാകും. വാർഡുകളെ സംബന്ധിച്ചുമൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ വ്യക്തമാകും. വിജ്ഞാപനത്തിന് ശേഷവും കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും. എന്നിരുന്നാലും നേരത്തെ തന്നെ മറ്റ് ഇരു മുന്നണികളും പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസ് തൻ്റെ സ്ഥാനാർത്ഥികളെ ശക്തരായ സ്ഥാനാർത്ഥികൾ എന്ന് തന്നെ ചൂണ്ടിക്കാട്ടി പ്രഖ്യാപിക്കുകയാണ്. KC വേണുഗോപാലാണ് ഈയൊരു പ്രഖ്യാപനം അടക്കം നടത്തിയിരുന്നത്. KS ശബരീനാഥൻ, മുൻ MLA KS ശബരീനാഥൻ, തിരുവനന്തപുരം സ്വദേശി, തിരുവനന്തപുരത്ത് താമസിക്കുന്ന ശബരീനാഥൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാകുക എന്നുള്ള പ്രഖ്യാപനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുൻ MLA ഉപയോഗിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള നീക്കമാണ് കോൺഗ്രസ് ഏറ്റവും പ്രധാനമായും കാണുന്നത്. അതിന്റെ സൂചനയായിരുന്നു KS ശബരീനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ആ പ്രഖ്യാപനം എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ കൂടുതൽ കരുത്തരാണ് തങ്ങൾ എന്ന് കാണിക്കുന്നതാണ് പുതിയ പ്രഖ്യാപനം. 15 സീറ്റുകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ് സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതും കൂടി കോൺഗ്രസ് വ്യക്തമാക്കുന്നു. വിജ്ഞാപനത്തിന് ഇനിയും സമയമുണ്ട്. വിജ്ഞാപനത്തിന് പിന്നാലെയാകും LDFും. അതിനുശേഷം 2 ദിവസത്തിനകം BJPയും, അല്ലെങ്കിൽ അതിനു മുൻപേ BJPയും ചിലപ്പോൾ സുപ്രധാന നീക്കങ്ങൾ നടത്തിയേക്കാം. വിജ്ഞാപനത്തിന് പിന്നാലെ LDF പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ 2 ദിവസത്തിനകം BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് തന്നെയാണ്. വോട്ട് കൊള്ളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നാളെ. പുതിയ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയാണ്. വോട്ട് കൊള്ളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നാളെ ഉണ്ടാകും. പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ളതും കൂടിയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നവംബർ 6-ന് നടക്കാനിരിക്കുന്നു. അതിന് തലേ ദിവസം, അതായത് നാളെ, ഈ പ്രഖ്യാപനം ഉണ്ടാക്കുന്ന അലയടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയായിരിക്കും രാഹുൽ